പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു സയൻസ് ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങൾ സയൻസ് ടീച്ചർക്ക് അയച്ചു കൊടുത്തിരിക്കുമല്ലേ? കഴിഞ്ഞ സയൻസ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? പ്രകാശ സംശ്ലേഷണം, ക്ലോറോഫിൽ ഹരിതകണത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ വർണ്ണകങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ? അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്തൊക്കെയായിരുന്നു സംഭവിച്ചിരുന്നത്? പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടന്നിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചർ 1-2 ചിത്രങ്ങൾ കാണിക്കാം. നിങ്ങൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ച് കാണണം. നമ്മുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒരു ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയുമാണ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുന്നുണ്ടല്ലേ? നമ്മളിപ്പോൾ കുറച്ച് ചിത്രങ്ങൾ കണ്ടു. എന്താണ് ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്? ഒരു മുറിയിൽ നിറയെ ചെടികൾ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു അല്ലേ? ഇങ്ങനെ ചെടികൾ ധാരാളമായി മുറിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? നമുക്കൊന്ന് നോക്കാം. പ്രകാശ സംശ്ലേഷണം എന്താണെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമോ? ഇല്ല. എന്താണ് കാരണം? പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യ ഘടകമാണ് എന്ത്? സൂര്യപ്രകാശം. പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ്. രാത്രികാലങ്ങളിൽ സൂര്യപ്രകാശം ലഭ്യമല്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ നടക്കാറില്ല. ഫോട്ടോസിന്തസിസ് is only possible in the presence of sunlight. പ്രകാശ സംശ്ലേഷണം സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുമ്പോൾ അവിടെ ഒരു വാതക വിനിമയം നടക്കുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണ സമയത്ത് മാത്രമാണോ ഈ വാതക വിനിമയം നടക്കുന്നത്? ഇതേപോലെ മറ്റൊരു പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഇങ്ങനെ മനുഷ്യർ, ജന്തുക്കൾ എന്നിവ മാത്രമല്ല ശ്വസിക്കുന്നത്, സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ പ്രകാശ സംശ്ലേഷണം രാത്രികാലങ്ങളിൽ നടക്കില്ല. പക്ഷേ എല്ലായ്പ്പോഴും ശ്വസനം നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മുറികളിൽ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ നമുക്ക് ഓക്സിജൻ ധാരാളമായി ലഭിക്കുമോ? ഇല്ല അല്ലേ? കാരണം രാത്രിയിൽ സസ്യങ്ങൾ ശ്വസിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് ഓക്സിജൻ നമുക്കവിടെ ലഭിക്കുന്നില്ല. ഇനി ടീച്ചർ ഒരു ചിത്രം കാണിക്കാം. നിങ്ങൾ എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചു നോക്കണം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയണം. എല്ലാവരും ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ 2 പ്രക്രിയ തന്നിട്ടുണ്ട് അല്ലേ? ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതായിട്ട് കാണിക്കുന്നു, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഏതായിരിക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയ? അത് പ്രകാശ സംശ്ലേഷണമാണ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്ന പ്രക്രിയയോ? അത് ശ്വസനമാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു.
When green plants carry out photosynthesis during daytime, carbon dioxide is absorbed and oxygen is released. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. Since photosynthesis does not take place at night, oxygen is not released. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. All organisms, including plants, respire day and night. Oxygen is taken in and carbon dioxide is given out at that time. അങ്ങനെയെങ്കിൽ രാത്രികാലങ്ങളിൽ മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന വ്യക്തിക്ക് അധികമായി ഓക്സിജൻ ലഭിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളുടെ സയൻസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് സസ്യലോകത്തെക്കുറിച്ചാണല്ലേ. നിങ്ങളൊരു ചെറിയ വീഡിയോ ടീച്ചർ കാണിക്കാം. ഇതൊന്ന് കണ്ടു നോക്കൂ. എന്താണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിച്ചത്? നിറയെ ഓർക്കിഡുകളാണ് കണ്ടത് അല്ലേ? പല നിറത്തിലുള്ള ഓർക്കിഡുകളാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. എന്തു ഭംഗിയാണല്ലേ ഇവയെല്ലാം കാണാൻ. ടീച്ചർ ഇനിയൊരു ചെറിയ ഡയറിക്കുറിപ്പ് പരിചയപ്പെടുത്തി തരാം. സഫിയയുടെ ഡയറിക്കുറിപ്പാണ്. സഫിയ സ്കൂളിൽ നിന്ന് ഒരു ഓർക്കിഡേറിയം കാണാൻ പോയത് തൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഓർക്കിഡിന്റെ ചില സവിശേഷതകൾ സഫിയ അവിടെ കണ്ടു. എന്താണ് സഫിയ കണ്ടതെന്ന് നമുക്ക് നോക്കണ്ടേ? സഫിയയെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഓർക്കിഡുകൾക്ക് വളരാൻ മണ്ണിന്റെ ആവശ്യമില്ല എന്നുള്ളത്. ചകിരിയും മറ്റും കെട്ടിവെച്ച് പലകയിൽ തൂക്കിയിട്ടാണ് ചില ഓർക്കിഡുകളെ സഫിയ ഓർക്കിഡേറിയത്തിൽ കണ്ടത്. നമുക്കൊരു ഓർക്കിഡിന്റെ ചിത്രം കണ്ടാലോ? എന്താണ് നിങ്ങൾ കണ്ട ഈ ഓർക്കിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഓർക്കിഡിന്റെ വേരുകൾക്ക് സാധാരണയിൽ കവിഞ്ഞ വലിപ്പമുണ്ട് അല്ലേ? അല്പം തടിച്ച വേരുകളാണ് ഓർക്കിഡുകൾക്ക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരിനം ഓർക്കിഡാണ് മരവാഴ എന്ന് പറയുന്നത്. ചിത്രം നോക്കൂ. ഇതാണ് മരവാഴ. മരവാഴ സാധാരണ നമ്മൾ കാണുന്നത് മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ടാണ്. അവയുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കൂ. തടിച്ച വേരുകളാണ് മരവാഴയ്ക്കുള്ളത്. അവയ്ക്ക് സ്വന്തമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? അവയിൽ ഹരിതകമുണ്ട്. പക്ഷേ ഇതിന് ജീവിക്കാൻ മണ്ണിന്റെ ആവശ്യമുണ്ടോ? ഒന്ന് നോക്കൂ.
മരത്തിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഈ ചെടി എങ്ങനെയാണ് മണ്ണില്ലാതെ ജീവിക്കുന്നത്? ഇവയ്ക്ക് എവിടെ നിന്നാണ് ജലവും ലവണവും ലഭിക്കുന്നത്? മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയുന്ന ഈ ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട സസ്യം ഇവയുടെ തടിച്ച വേരുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് അതിലടങ്ങിയിരിക്കുന്ന ജലവും ലവണവും ഉപയോഗിച്ചാണ് മരവാഴ ആഹാരം നിർമ്മിക്കുന്നത്. They can absorb moisture from the atmosphere. ഇത്തരം ചെടികൾ വാസസ്ഥലത്തിനു വേണ്ടി മാത്രമാണ് മറ്റു ചെടികളെ ആശ്രയിക്കുന്നത്. ഇങ്ങനെ വാസസ്ഥലത്തിനു വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. Epiphytes are the plants that can absorb moisture from atmosphere. These plants depend on other plants only for shelter. ഓർക്കിഡുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തരം എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം അവ വസിക്കുന്ന സസ്യത്തെ ദോഷകരമായി ബാധിക്കുമോ? ഇല്ല, അല്ലേ? എന്തുകൊണ്ട്? ഇവ വസിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അവയിൽ നിന്ന് ജലമോ ലവണമോ ആഹാര വസ്തുക്കളോ ഇവ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഏത് സസ്യത്തിലാണോ ഇവ വസിക്കുന്നത് അതിന് എപ്പിഫൈറ്റുകൾ യാതൊരു ദോഷവും വരുത്തുന്നില്ല. എന്നാൽ ചില സസ്യങ്ങൾ ഇതുപോലെ വാസസ്ഥലത്തിന് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കാറുണ്ട്. അത്തരം സസ്യങ്ങളുടെ സാന്നിധ്യം വാസസ്ഥലത്തിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങളെ ദോഷകരമായി ബാധിക്കാറുമുണ്ട്. ടീച്ചർ ഒരു ചിത്രം കാണിക്കാം. അത് ഏത് ചെടിയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് നോക്കൂ. ഏതാണ് ഈ ചെടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ പറയൂ. അതെ, ഇത്തിൽ കണ്ണിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇതെവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അതെ, വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മാവിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പേരമരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവയ്ക്ക് എന്താണ് പ്രത്യേകത? മറ്റു ചെടികളെ പോലെ തന്നെ പച്ച നിറമാണല്ലേ? അതായത് ഹരിതകമുണ്ട്. അപ്പോൾ സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. മരവാഴയെ പോലെ തന്നെ ഇത്തിൽ കണ്ണിയും മറ്റൊരു സസ്യത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ മരവാഴയിൽ നിന്നും വ്യത്യസ്തമായി ഇത്തിൽ കണ്ണിക്കുള്ള മാറ്റം എന്താണ്? മരവാഴയുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കൂ, നല്ല തടിച്ച വേരുകളാണല്ലേ? എന്നാൽ ഇത്തിൽ കണ്ണിയുടെ വേരുകളോ അതുപോലെയാണോ? അല്ല, ഇത്തിൽ കണ്ണിയുടെ വേരുകൾ മരവാഴയുടെ വേരുകൾ പോലെയല്ല. അങ്ങനെയെങ്കിൽ ഇവയ്ക്ക് ആഹാരം നിർമ്മിക്കാൻ ജലവും ലവണവും എവിടെ നിന്നായിരിക്കാം ലഭിക്കുന്നത്? നമുക്കൊരു ചിത്രം കണ്ടു നോക്കാം. ചിത്രത്തിൽ മാവിൽ നിന്ന് ഇത്തിൽക്കണ്ണി പറിച്ചെടുത്ത ഭാഗമാണ് കണ്ടത്. ആ ഭാഗത്ത് ഒരു കൂർത്ത ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്. ഈ കൂർത്ത ഭാഗം എന്താണ്? ഇത്തിൽക്കണ്ണിയുടെ വേരുകൾ മാവിൽ ആഴ്ന്നിറങ്ങിയതാണ്. അങ്ങനെയെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നാണോ ഇത്തിൽക്കണ്ണി ജലവും ലവണവും സ്വീകരിക്കുന്നത്? അല്ല. ഏത് സസ്യത്തിലാണോ വസിക്കുന്നത് ആ സസ്യത്തിൽ തൻ്റെ വേരുകൾ ആഴ്ത്തി ആ സസ്യത്തിൽ നിന്നാണ് ജലവും ലവണവും ഇത്തിൽക്കണ്ണി സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇവ സ്വീകരിച്ച് ഇത്തിൽക്കണ്ണി സ്വയം പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നു. ഇത്തരം സസ്യങ്ങളെ നമ്മൾ അർദ്ധപരാദങ്ങൾ എന്ന് പറയും. അർദ്ധപരാദങ്ങൾ അഥവാ സെമി പാരസൈറ്റ്സ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ. Plants that absorb water and minerals
from the host plant and prepare their own food with the help of their leaves are known as semi-parasites. Example, ഇത്തിൽക്കണ്ണി, ലോറാന്തസ്. ഇത്തരം സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിന് ഗുണകരമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നത്? നിങ്ങളൊന്ന് ചർച്ച ചെയ്തു നോക്കൂ. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒന്ന് രേഖപ്പെടുത്തി വെക്കണം. ഇതുപോലെയുള്ള മറ്റു സസ്യങ്ങളും ഉണ്ട്. അവയിൽ ഒന്നിന്റെ ചിത്രം ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിറയെ വള്ളികൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? എന്താണിത്? അതെ, മൂടില്ലാത്താളിയാണ്, അഥവാ കസ്കുട്ട. എന്താണ് ഈ ചെടിയുടെ പ്രത്യേകത? മൂടില്ലാത്താളി അവയ്ക്ക് എന്ത് നിറമാണുള്ളത്? മഞ്ഞ നിറമാണ് അല്ലേ? അതായത് അതിൽ എന്തില്ല? ഹരിതകമില്ല. ഇത്തിൽക്കണ്ണിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് പ്രധാനമായ വ്യത്യാസം? ഇത്തിൽക്കണ്ണിക്ക് ഹരിതകം ഉണ്ടായിരുന്നു, എന്നാൽ മൂടില്ലാത്താളിക്ക് ഹരിതകം ഇല്ല. അവയ്ക്ക് സ്വയമായി ആഹാരം നിർമ്മിക്കാനുള്ള കഴിവില്ല. ഇത്തിൽക്കണ്ണിയെ പോലെ തന്നെ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ചാണ് മൂടില്ലാത്താളിയും ജീവിക്കുന്നത്. എന്നാൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മൂടില്ലാത്താളി സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നില്ല. പകരം ആതിഥേയ സസ്യത്തിൽ നിന്ന് നേരിട്ട് ആഹാരം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് സസ്യത്തിലാണോ മൂടില്ലാത്താളി വളരുന്നത്, അതിൽ നിന്നും നേരിട്ട് ആഹാരം വലിച്ചെടുത്താണ് ഇവ ജീവിക്കുന്നത്. ഇത്തരം സസ്യങ്ങൾ ആതിഥേയ സസ്യങ്ങൾക്ക് വളരെയേറെ ദോഷകരമാണ്. ഇത്തരം സസ്യങ്ങളെ പൂർണ്ണപരാഗങ്ങൾ എന്ന് പറയുന്നു, ടോട്ടൽ പാരസൈറ്റ്സ്. അതിന് പ്രധാന ഉദാഹരണമാണ് മൂടില്ലാത്താളി അഥവാ കസ്കുട്ട. എന്താണ് ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ പൂർണ്ണപരാഗങ്ങൾ എന്നാൽ? ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ഫുഡ് ഡയറക്ട്ലി ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ ടോട്ടൽ പാരസൈറ്റ്സ്. ഇത്തരം അർദ്ധപരാഗങ്ങളും പൂർണ്ണപരാഗങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷകരമാണ്. പൂർണ്ണപരാഗങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? ശ്വസന പ്രക്രിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അതുപോലെ എപ്പിഫൈറ്റുകൾ, പാരസൈറ്റിക് പ്ലാന്റ്സ്, പരാത സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. ടീച്ചർ ഒരു പ്രവർത്തനം നൽകാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഇത് എഴുതി നിങ്ങളുടെ സയൻസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.